അപ്പോൾ ബിഗ് ബോസിൻ്റെ ഏഴാമത്തെ പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ലാലേട്ടൻ കിടിലൻ ലുക്കിൽ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഇതുവരെ കാണാത്ത ഒരു ലാലേട്ടനായിട്ട് ഇന്നത്തെ ലോഞ്ചിങ് എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓ, എന്താ ഒരു ഗാംഭീര്യം! ഇത്രയും നാൾ മറ്റേ കോട്ടും സൂട്ടും എല്ലാം ഇട്ടിട്ട് ആകെ ഒരു അൽക്കുലത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ലാലേട്ടൻ ഈ പ്രാവശ്യം അടിപൊളിയായിട്ട് നല്ല മുണ്ടെല്ലാം ഉടുത്ത് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീട് കിടിലൻ വീടായിട്ടുണ്ട്. ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഓരോന്നും പുതിയ പുതിയ സെറ്റപ്പുകളാണ്. ഇത്രയും നാളും കണ്ട രീതിയിലൊന്നും അല്ല വീട്. അപ്പം പണിക്കെട്ടൊന്നും പണിപ്പുര എന്നൊക്കെ പറഞ്ഞ് ഓരോ പരിപാടികളായിട്ടാണ് ലാലേട്ടൻ വന്നിട്ടുള്ളത്. എന്തായാലും ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ ആ ഒരു സ്റ്റോറി ലൈൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ പറയുന്ന 20 പേരാണ് ഉള്ളിലേക്ക് കടന്നിട്ടുള്ളത്. ഈ 20 പേരെ വെച്ചിട്ട് ഞാൻ ഏകദേശം ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് പറയുകയാണ്. വെറും ഒരു പ്രഡിക്ഷൻ മാത്രം. അതായത് എല്ലാ ബിഗ് ബോസിലും ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്രാവശ്യത്തെ സ്റ്റോറി ലൈൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷനാണ്. അതായത് 20 പേർക്ക് എന്തായിരിക്കും ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു ടാഗ് ലൈൻ എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പ് രേണുസുതി നമ്മുടെ ബിഗ് ബോസിലേക്ക് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരുന്ന രേണുസുതി പോകുന്നതിന് മുമ്പ് രേണുസുതി പറഞ്ഞത്, അയ്യോ എന്നെ ബിഗ് ബോസിലേക്കൊന്നും വിളിച്ചിട്ടില്ല, വിളിച്ചാൽ ഞാൻ ചിലപ്പം പോവായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. രേണുസുതി ഒന്നാമത് പറയുന്നത് മൊത്തം കള്ളമാണ്, പറയുന്നത് മൊത്തം നുണയാണ് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ മൊത്തം എല്ലാവരും ഇട്ട് അലക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് രേണുസുതി പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു നുണയും കൂടെ പറഞ്ഞത്? കാരണം ഇതൊന്നും മിണ്ടാതിരുന്നിട്ട് കയറിപ്പോയാൽ ഒരു പ്രശ്നമില്ലായിരുന്നു. വെറുതെ ഇങ്ങനെ വന്നിട്ട് അയ്യോ എന്നെ ബിഗ് ബോസിലേക്കൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ, അങ്ങനെ പറയേണ്ട പോലും ആവശ്യമില്ലായിരുന്നു. എന്തിനാണ് വെറുതെ? ഒന്നാമത് നിങ്ങൾ നുണ പറയുന്നതാണ്, നുണച്ചയാണെന്നൊക്കെ ഉള്ളൊരു പേരുണ്ട് നിങ്ങൾക്ക്. ഇപ്പം നെഗറ്റീവായിട്ട് പോയിട്ടുള്ള രേണുസുതി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. സാധാരണ അങ്ങനെയാണ് നടക്കാറുള്ളത്. അതായത് പുറത്തുനിന്ന് നെഗറ്റീവായിട്ട് പോകുന്നവരെല്ലാവരും പോസിറ്റീവായിട്ടാണ് ഇറങ്ങാറുള്ളത്. രേണുസുതി അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാരണം അത്രത്തോളം ഉണ്ട് നെഗറ്റിവിറ്റി പുറത്ത്. പിന്നെ രേണുസുതിൻ്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി രേണുസുതിൻ്റെ പിൻകാല ചരിത്രങ്ങളും മുൻകാല ചരിത്രങ്ങളും അതായത് വരാൻ പോകുന്ന ചരിത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലിട്ട് അലക്കിയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ നുണ പറഞ്ഞാലും എന്തൊക്കെ ഇതാക്കിയാലും ഇനി പോയിട്ട് തപ്പാനും പരതാനും അല്ലെങ്കിൽ ഇവരുടെ ഭാവി അല്ലെ പഴയ കാലം എന്താണെന്നുള്ളതൊന്നും നോക്കാൻ ആരും നിൽക്കില്ല. കാരണം ഓൾറെഡി എല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. സാധാരണ നിലയിൽ ഒരാളിപ്പം ബിഗ് ബോസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ചരിത്രം പോയി തപ്പുന്ന ഒരു പരിപാടിയുണ്ട് കുറച്ച് നാളുകളായിട്ട്. അങ്ങനെ ചരിത്രങ്ങൾ തപ്പി വന്നിട്ട് പഴയ വോയിസും പഴയ വീഡിയോസും ഒക്കെ എടുത്തിട്ട് കുത്തിപ്പൊക്കുന്ന കുറച്ച് പരിപാടികളുണ്ട്. പക്ഷേ ഇനി രേണുസുതിൻ്റെ അക്കാര്യത്തിൽ സേഫാണ്. കാരണം എന്ന് വെച്ചാൽ ഇനി കുത്തിപ്പൊക്കാനായിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ രേണുസുതി ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് പുറത്തേക്ക് വരാം. എന്തായാലും കപ്പൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫുള്ള് നെഗറ്റീവാണല്ലോ പുറത്ത്. ആ നെഗറ്റിവിറ്റീനെ പോസിറ്റീവാക്കി കൊണ്ടുവരാൻ പറ്റിയാൽ രേണുസുതി രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. അതായത് 20 പേരാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ ഈ 20 പേരിൽ നമുക്ക് ഓരോരുത്തരെ എന്തായിട്ടായിരിക്കും ബിഗ് ബോസ് ഇതിൻ്റെ ഉള്ളിൽ പോർട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഏകദേശം നോക്കി നോക്കാം. കാരണം അവരുടെ ഒരു പ്രൊഫൈലൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കോമണറായിട്ടുള്ള അനീഷിനെ ഒരു സ്ത്രീ വിരോധി എന്നുള്ള രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് തന്നെ ചെയ്തത്. പക്ഷേ അനീഷിന് ഈ പറയുന്ന ആരും അറിയില്ല. അതായത് ബിഗ് ബോസിലേക്ക് കടന്നു വന്നിട്ടുള്ള ബാക്കിയുള്ള 19 പേരെയും അനീഷിന് അറിയില്ല. അനീഷ് ഒരു കോമണറാണ്. അനീഷ് എന്തോ വലിയ മറ്റേ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വന്ന ഒരാളെ പോലെയാണ്. അതായത് ഏതൊരാൾ വരുമ്പോഴും ആരാ എന്താ ഏതാ ഫീൽഡ് എന്നുള്ള രീതിയിലാണ് അനീഷ് പറയുന്നത്. അപ്പോൾ അനീഷിനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ചൊറിയൻ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് കഴിഞ്ഞ തവണ നമ്മുടെ രതീഷ് ചെയ്ത ആ ഒരു റോളായിരിക്കും നമ്മുടെ അനീഷ് ഇപ്രാവശ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത് വെറുതെ നമ്മൾ ഗസ് ചെയ്യുന്നതാണ്. ഓക്കെ, രണ്ടാമത് വന്നിട്ടുള്ള അനുമോൾ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറി കുറച്ച് കരച്ചിലും പിഴിച്ചിലും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ. കാരണം ഓൾറെഡി അനുവിനെ എല്ലാവർക്കും അറിയാം പുറത്തുള്ളവർക്ക്. അപ്പോൾ സ്റ്റാർ മാജിക്കിലൂടെ എല്ലാം വന്ന് കുറച്ച് ക്യൂട്ട്നെസ് എല്ലാം വാരി വിതറിയതാണല്ലോ. നമ്മുടെ തങ്കച്ചനുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു കോംബോ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അനുമോള് ഇതിൻ്റെ ഉള്ളിൽ ചുമ്മാ സീരിയസ് ആയിട്ടൊന്നും ആയിരിക്കില്ല, വെറുതെ ആരെങ്കിലും ആയിട്ട് ഒരു കോംബോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ അനുമോള് കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ മെഴുകാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ടുള്ളത് ആര്യനെ കണ്ടിട്ട് ഒരു നായകനാവാനുള്ള ഒരു സെറ്റപ്പൊക്കെ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് സീരിയസ് ആയിട്ടും കുറച്ച് എന്താ പറയുക ക്യൂട്ട്നെസ്സും, അതായത് ആണുങ്ങളിലും വേണമല്ലോ ഒരു കുറച്ച് ക്യൂട്ട്നെസ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾ.
അപ്പോൾ ആര്യനെ കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നുണ്ട്, ആര്യനെ ചിലപ്പോൾ ഒരു നായകനാക്കി കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയും ബിഗ് ബോസ് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആര്യനെ നായകനാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു നായികേനെയും കൂടി ബിഗ് ബോസ് തന്നെ കണ്ടുപിടിക്കും. അതായത് ചുമ്മാ വെറുതെ ആളുകളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കും. അതായത് ഇത് നായകൻ, ഇത് നായിക എന്നുള്ള രീതിയിൽ. കാരണം ആര്യനോട് പ്രത്യേകം ചോദിക്കുന്നുണ്ട് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല, ഗേൾ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യനെ ഒരു നായകനായിട്ട് കൊണ്ടുവരാനുള്ള പരിപാടി ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്തത് കലാഭവൻ സരിക. കലാഭവൻ സരിക കൊള്ളാം. അതായത് നമ്മുടെ 2ാമത്തെ സീസണിൽ മഞ്ജു പത്രോസും പിന്നെ നമ്മുടെ വീണയൊക്കെ ചെയ്ത പോലുള്ള ഒരു ക്യാരക്ടറായിരിക്കും ഇതിൽ കാണിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഭർത്താവ് പാസം ആയിട്ടാണ് നമ്മുടെ കലാഭവൻ സരിക വന്നിട്ടുള്ളത്. കാരണം ദിലീപേട്ടൻ്റെ സ്വന്തം സരിക എന്നുള്ള രീതിയിലാണ് കലാഭവൻ സരിക വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ആ ഒരു മഞ്ജു പത്രോസ് അല്ലെങ്കിൽ വീണ പോലെയുള്ള ആ ഒരു ക്യാരക്ടറായിരിക്കും ഇപ്രാവശ്യത്തെ സീസൺ 7 നമ്മുടെ കലാഭവൻ സരിക ചെയ്യുന്നുണ്ടാവുക. അടുത്തത് അക്ബർ ഖാൻ. അക്ബർ ഖാൻ കൊള്ളാം. അക്ബർ ഖാൻ വെറുതെ എല്ലാ സമയവും പാട്ട് പാടി വെറുപ്പിച്ച് ആളുകളെ കൊണ്ട് വെറുപ്പ് നേടാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബിഗ് ബോസ് ഷോയാണ്. അപ്പോൾ അല്ലാതെ ഒരു സ്റ്റാർ സിംഗറോ അല്ലെങ്കിൽ സരിഗമാപ്പായോ ഒന്നുമല്ല. നമുക്ക് പാട്ടുകളൊക്കെ ഇഷ്ടമായിരിക്കും, പക്ഷേ 24 മണിക്കൂർ ഈ പാട്ട് മാത്രം ഇങ്ങനെ പാടിക്കൊണ്ട് നടന്ന് വെറുപ്പ് സമ്പാദിച്ച ഒരുപാട് പാട്ടുകാർ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ അക്ബർ ഖാൻ പാട്ട് പാടാം, പക്ഷേ എപ്പോഴും ആയിട്ടുണ്ടെങ്കിൽ അത് ബോറായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ അക്ബർ ഖാൻ വലിയൊരു പ്രശ്നക്കാരനാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സൈലൻറ്റ്, അതായത് സേഫ് കളി കളിച്ചിട്ട് പോകുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്തത് വന്നിട്ട് RJ ബിൻസി. RJ ബിൻസിയും ചെറിയൊരു ക്യൂട്ട്നെസ്സും കുറച്ച് ബോൾഡ്നെസ്സും ഈ പരിപാടിയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് കരച്ചിലും പിഴിച്ചിലും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളെ പോലെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ RJ ബിൻസിനെ കുറിച്ചൊന്നും നമുക്ക് അധികം ഒന്നും അറിയില്ല. ഇനി വേണം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വേണം RJ ബിൻസി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ അവരുടെ പ്രൊഫൈൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ച് ക്യൂട്ട്നെസ്സും കുറച്ച് എന്താ പറയുക ബോൾഡ്നെസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അടുത്തത് ഒനിയൽ സാബു ആണെന്ന്. ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടത് ഒനിയൻ സാബു ആണ്, കാരണം കുക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട്. പക്ഷേ ഒനിയൽ സാബു ആണ്. പക്ഷെ ആ ഒനിയൽ സാബുവിൻ്റെ ഉള്ളിൽ ഒരു ഫയർ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഒനിയൽ സാബു കുറച്ച് സെറ്റപ്പ് ആവാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നു. പറയാൻ പറ്റില്ല. നമ്മൾ ഈ മല പോലെ വന്നത് എലി പോലെ പോകുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ. കാരണം കഴിഞ്ഞ വർഷം ഇതേപോലെ നമ്മുടെ സായി കൃഷ്ണൻ, അതായത് സീക്രട്ട് ഏജൻറ്റിനെ നമ്മൾ ഇതേപോലെ പ്രതീക്ഷിച്ചാണ്, അത് വലിയ സംഭവമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അത് വേറൊരു കാര്യം, ഈ സീക്രട്ട് ഏജൻറ്റ് കാര്യം പറയുമ്പോൾ സീക്രട്ട് ഏജൻറ്റ് ഇപ്രാവശ്യം റിവ്യൂ ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പം സീക്രട്ട് ഏജൻറ്റ് റിവ്യൂ എങ്ങനെ ആയിരിക്കും എന്നറിയാൻ ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം റിവ്യൂ അല്ല, അഭിപ്രായങ്ങൾ, അതായത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ നന്നായിരിക്കും, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ നന്നായിരിക്കും എന്നൊക്കെ പറയുന്ന പരിപാടി വരുമ്പം വേണം ഒന്ന് കണ്ട് ചിരിക്കാൻ വേണ്ടി. കാരണം കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇദ്ദേഹം എന്താണ് ചെയ്തതെന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഒനിയൽ സാബുവിനെ കുറിച്ചാണ്. അപ്പോൾ ഒനിയൽ സാബു കുറച്ച് ഫയറൊക്കെ ഉള്ളിലുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അടുക്കളയിൽ തന്നെ തളച്ചിടാതെ നോക്കണം. കാരണം കുറച്ച് കുക്കിങ്ങും പരിപാടിയൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ സാധാരണ ഈ കുക്കിംഗ് അറിയുന്നവർ വന്നിട്ട് ഈ അടുക്കള ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ നിരങ്ങുന്ന പരിപാടി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുക്കള ഭാഗത്ത് മാത്രം കറങ്ങി നടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ കൊള്ളാം. അതുകൊണ്ട് ഒനിയൽ സാബുവിൻ്റെ ഉള്ളിലുള്ള ഫയർ പുറത്തേക്ക് വരട്ടെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഫയറിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ്, കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തീയാണ് കാട്ടുതീയാണെന്നൊക്കെ പറഞ്ഞ് പലരും വന്നിട്ടുണ്ടായിരുന്നു, ഒന്നും കണ്ടില്ല. ഓക്കെ, അത് വേറെ കഥ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ബിന്നി നൂബിൻ വന്ന ഉടനെ തന്നെ നമ്മുടെ ഒരു ടാസ്ക് കൊടുത്തിട്ടാണല്ലോ കയറ്റിയത്. അപ്പോൾ ടാസ്കിൽ തന്നെ 2ാം സ്ഥാനം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ടാസ്കിൻ്റെ കാര്യത്തിലൊക്കെ ബിന്നി കുറച്ച് അടിപൊളിയായിരിക്കും തോന്നുന്നു. പിന്നെ ബിന്നിയും ഒരു സീരിയൽ ആക്ട്രസ് ആയതുകൊണ്ട് അധികമൊന്നും അങ്ങോട്ട് ഫയർ ആവാൻ ചാൻസ് ഇല്ല. കാരണം അധികമൊന്നും ആയിട്ടില്ല സീരിയലിലേക്ക് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് പുറത്തുള്ള കുറച്ച് നെഗറ്റീവ് ഒന്നും വരുന്നത് പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടുമില്ല. നമ്മുടെ നൂബിൻ്റെ വൈഫാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തട്ടിമുട്ടി സേഫായിട്ട് കളിച്ച് പോകുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തത് അഭിലാഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അഭിശ്രീ എന്നുള്ള പേരിൽ ടിക്ടോക്ക് മുതൽ നമ്മൾ കാണുന്ന ഒരാളാണ് അഭിലാഷ്. അപ്പോൾ അഭിലാഷിൻ്റെ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഭിലാഷിന് യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ അഭിലാഷിനെ പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അഭിലാഷും അഭിലാഷിൻ്റെ വൈഫായിട്ടുള്ള ശ്രീയാണെന്ന് തോന്നുന്നു, ആ ശ്രീയും തമ്മിൽ ഒരു എന്താ പറയുക റൂമിൽ വെച്ചിട്ട് ഇവർ പരസ്പരം തെറി വിളിക്കുന്ന ഒരു പരിപാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തെറി വിളിക്കുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വൈറലായിരുന്നു. ആളുകൾ എടുത്തിട്ട് അങ്ങോട്ട് അലക്കിയതാണ്. ഈ അഭിശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള അഭിലാഷിനെ
കുറച്ച് എന്താ പറയുക ദേഷ്യം കൂടുതലുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം വന്നപ്പം അതൊന്നും കണ്ടില്ല. അപ്പം കുറച്ച് ദേഷ്യക്കാരനായിട്ടുള്ള ഒരാളായിട്ട് ഇപ്രാവശ്യത്തെ സീസണിൽ കൊണ്ടുവരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും അഭിലാഷിൻ്റെ കളികൾ നമുക്ക് കണ്ടു തന്നെ കാണാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ നല്ലോണം തെറിയൊക്കെ വിളിക്കുന്നത്, അത് സ്വന്തം ഭാര്യേനെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ഒക്കെയാണ് അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തെറിവിളിയും കാര്യങ്ങളൊക്കെ അബിയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്തതായിട്ട് വന്നത് റെന ഫാത്തിമ. റെന ഫാത്തിമ ഈ ഇടയ്ക്ക് ഞാൻ ഒരു റെന ഫാത്തിമേൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. റെന ഫാത്തിമേനെ ആരോ നെഗറ്റീവ് കമൻ്റ് ഇട്ടു, നെഗറ്റീവ് അല്ല, ഭയങ്കര വൾഗറായിട്ടൊരു കമൻ്റ് ഇട്ടു. ആ ആളെ തപ്പി കണ്ടുപിടിച്ച് അവരെ എന്താ പറയുക സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മാപ്പ് പറയിപ്പിച്ചിട്ട് പോയിട്ടുള്ള ഒരാളാണ് റെന ഫാത്തിമ. അപ്പോൾ അതേ ഒരു പരിപാടി ഇതിൻ്റെ ഉള്ളിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫയറായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടി പറ്റും. അപ്പം റെന ഫാത്തിമയും അങ്ങനെ കുറച്ച് തീപ്പൊരി കാണിക്കാൻ വേണ്ടി പറ്റിയ ഒരാളാണ്. ഓക്കെ, അടുത്തത് മുൻഷി രഞ്ജിത്ത്. മുൻഷി രഞ്ജിത്തിനെ കാണുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് എല്ലാ സീസണിലും ഉണ്ടാവും കുറച്ച് എന്താ പറയുക തന്ത വൈബുള്ള കുറച്ച് ആളുകൾ. അപ്പം മുൻഷി രഞ്ജിത്തിനെ കണ്ടിട്ട് ഈ തമാശയും കോമഡിയൊക്കെ ഇടകലർത്തി പറയുന്ന ഒരു തന്ത വൈബുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അറിയാം. ഇവരുടെ വായിൽ നിന്നൊക്കെ വീഴുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം എന്ത് വൈബാണെന്നുള്ളത്. പക്ഷേ ആദ്യ ആ ഒരു പരിപാടിയിൽ എനിക്ക് തോന്നിയത് ഒരു എന്താ പറയുക തന്ത വൈബാണ്, പട്ടാള ചിട്ടയാണെന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ ഇവിടെ ഉള്ളവരെയൊക്കെ നിയമം പഠിപ്പിക്കാനും അല്ലെങ്കിൽ കാര്യങ്ങൾ വെറുതെ ഉപദേശിക്കാനൊക്കെ നടക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം എന്താണ് അടുത്ത ദിവസങ്ങളിൽ ചങ്ങായി ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ജിസൽ എന്നിട്ടാണ് പേര്. അതായത് ഹിന്ദി ബിഗ് ബോസിൽ ഓൾറെഡി എന്താ പറയുക കളിച്ചിട്ട് വന്ന ഒരാളാണ്. ഇതെനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ ജാൻമണി ഇല്ലായിരുന്നു, ജാൻമണീൻ്റെ ഒരു സെറ്റപ്പ് പോലെ, അതായത് ജാൻമണീനെ പോലെ ഈ ഒരു സീസണിലുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജിസാൽ എന്ന് പറ്റാന്ന് തോന്നുന്നത്. അതൊക്കെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മാത്രമേ കറക്റ്റ് പേര് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി പോലും പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ജാൻമണി വേർഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഒരു മോഡലാണ് ജിസൽ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. ജിസ്വാലോ ആ സംഭവം ആളെ മനസ്സിലായില്ല. അപ്പോൾ ആ ചങ്ങായി എന്തായാലും ബിഗ് ബോസ് ഹിന്ദിയിൽ കുറച്ച് പയറ്റിയിട്ട് വന്നതായതുകൊണ്ട് ഇവിടെ മലയാളത്തിൽ എന്ത് കളിച്ചു കൂട്ടും എന്നുള്ളതാണ് കാണേണ്ടത്. ഓക്കെ, അടുത്തത് നമ്മുടെ സാരിക. നമ്മുടെ സാരിക എന്നാണ്, സാരിക എന്ന് പറ്റാവുന്ന പേര്. സാരിക നിങ്ങൾക്ക് അറിയാമല്ലോ, ഹോട്ട് സീറ്റ് സ്പെഷ്യലിസ്റ്റാണ്. അതായത് ഹോട്ട് സീറ്റിലിരുന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ വിറപ്പിക്കുന്ന ഒരാളാണ്. പക്ഷേ മൈത്രേൻ്റെ കയ്യിൽ നിന്നും പിന്നെ നമ്മുടെ കുറച്ച് പേരുടെ കയ്യിൽ നിന്നൊക്കെ നല്ലോണം വാങ്ങിയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് ബിഗ് ബോസിലേക്ക്. അപ്പം ഷാരികേൻ്റെ ഇൻ്റർവ്യൂവിലുള്ള പെർഫോമൻസ് നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായാൽ കുറച്ച് തീപ്പൊരി ആവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ ജാസ്മീനെ പോലെ, അത് കഴിഞ്ഞ വർഷത്തെ ജാസ്മീനല്ല, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ നമ്മുടെ ഡോക്ടർ റോബിൻ്റെ സീസണിലുണ്ടായിരുന്ന ജാസ്മീനെ പോലെ ആകാൻ ചാൻസ് ഉള്ള ഒരാളാണ് ഈ പറയുന്ന ഷാരിക എന്ന് പറയുന്ന ആൾ. ഓക്കെ, അടുത്തത് ഷാനവാസിനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ പണ്ടത്തെ റോൺസൺ, അതായത് ഡോക്ടർ റോബിൻ്റെ സീസണിൽ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ റോൺസൻ്റെ ആ ഒരു രീതി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ കൊണ്ട് അധികം വെറുപ്പിക്കാൻ നിൽക്കാതെ വരുമ്പോൾ അറിയാലോ, ലാലേട്ടൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കുമ്പോൾ പറയും അയ്യോ ഞാനിങ്ങനെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഇങ്ങനെ പതുങ്ങി സേഫ് ഗെയിം കളിച്ചിട്ട് പോകുന്ന ഒരാളെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഷാനവാസിന്. ഓക്കെ, അടുത്തത് നിവിൻ ജോൺ തന്നെയല്ലേ? നെവിൻ. അതായത് ഫാഷൻ കൊറിയോഗ്രാഫറാണ്, ക്യാറ്റ് ലവറാണ്. അതുകൊണ്ട് തന്നെ ക്യാറ്റ് ലവർ ആയതുകൊണ്ട് തന്നെ എനിക്ക് നെവിനെ ആ ഒരു ഇതിൽ മാത്രം നെവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാനും ഒരു ക്യാറ്റ് ലവറാണ് അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നെവിൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഒരു കൊറിയോഗ്രാഫറാണ്, അതായത് ഫാഷൻ കൊറിയോഗ്രാഫറാണ്. പിന്നെ പുള്ളിക്കാരൻ്റെ ആ ഒരു പ്രൊഫൈലെല്ലാം കണ്ടിട്ട് എന്തൊക്കെയോ, അതായത് നമ്മുടെ റിയാസ്, പഴയ നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ, നമ്മുടെ ഡോക്ടർ റോബിൻ്റെ സീസണിലുണ്ടായിരുന്ന റിയാസിൻ്റെ ആ ഒരു സെറ്റപ്പ് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും കുറച്ച് ദിവസം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ആദ്യ കാഴ്ചയിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ റിയാസ് സലീമിനെ പോലെയാണ് തോന്നുന്നത്. അതായത് റിയാസ് സലീമിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, റിയാസ് സലീമിൻ്റെ ആറ്റിറ്റ്യൂഡാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അടുത്തത് ആദില നൂറ എന്ന് പറഞ്ഞ 2 പേര് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇവരൊരു ലെസ്ബിയൻ കപ്പിളാണ്. ഓക്കെ, ഇനി ഭാവിയിൽ ഈ 100 ദിവസം ഇവരിവിടെ നിന്നതിന് ശേഷം ഇവർ തമ്മിൽ തെറ്റിപ്പിരിയാതിരുന്നാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇത്രയും പേർക്കിടയിലേക്ക് വന്നതിന് ശേഷവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്ന് എന്തെങ്കിലുമൊക്കെ വേറെ വല്ലവരുമായിട്ടൊക്കെ വല്ല എന്താ പറയുക പരിപാടികളും എന്താ പറയുക റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറിപ്പോയി നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങനെയൊന്നും ആവാതിരുന്നാൽ നല്ലത്. ഒന്നെങ്കിൽ ഇവർ അടിപൊളിയായിട്ട് ആളുകളുടെ ആ ഒരു നെഗറ്റിവിറ്റി എല്ലാം മാറ്റി പോസിറ്റീവായിട്ട് പുറത്തോട്ട് ഇറങ്ങും, അല്ലെങ്കിൽ ഇവർ രണ്ടും രണ്ട് വഴിക്കായിട്ട് ഇറങ്ങാനും ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വെറും ഒരു തോന്നൽ മാത്രമാണ്. ഓക്കെ, അടുത്തത് ശൈത്യ സന്തോഷ്. ശൈത്യ സന്തോഷിനെ ഒന്നും മനസ്സിലാവുന്നില്ല ആക്ച്വലി. ശൈത്യ സന്തോഷൊക്കെ ഏതൊരു ആളുടെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക, അതായത് ഈ ഒരു സീസണിൽ ഉണ്ടാവുക എന്നുള്ളത് പറയാനായിട്ടില്ല. ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വായ്ത്താളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് രേണുസുതി. അടുത്തതായിട്ട് വന്നത് രേണുസുതിയാണ്. രേണുസുതിയുടെ ഭർത്താവ് മരിച്ചത് അവർക്കൊരു അനുഗ്രഹമായി മാറി എന്നുള്ള രീതിയിലാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ 7ലേക്ക് വന്നത്. ഒരു പാവത്താനെ പോലെ ലാലേട്ടന് മുമ്പിൽ നിന്ന രേണുസുതി അടുത്ത ദിവസങ്ങളിൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസുകൾ ഞാൻ കാണുന്നുണ്ട്. എന്തായാലും രേണുസുതി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ രേണുസുതി പുറത്തുള്ള നെഗറ്റിവിറ്റി എല്ലാം ഉള്ളിൽ വന്ന് പോസിറ്റീവാക്കി മാറ്റി അടിപൊളിയായിട്ട് പുറത്തേക്ക് വരട്ടെ. കാരണം ഒരുപാട് ചാനലുകൾ, ഒരുപാട് യൂട്യൂബേഴ്സ് എല്ലാം ഇത്രയും നാളും അരിമേടിച്ചതെല്ലാം രേണുസുധീനെ വെച്ചിട്ടാണ്. അതായത് രേണുസുധീൻ്റെ എല്ലാ നെഗറ്റീവുകളും പറഞ്ഞ് അരിമേടിച്ചവരാണ് നമ്മൾ യൂട്യൂബേഴ്സ് എല്ലാം. അപ്പം ഇതേ യൂട്യൂബേഴ്സിനെ കൊണ്ട് പോസിറ്റീവ് പറഞ്ഞ് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ട് അരിമേടിക്കാനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുക്കാൻ രേണുസുധിക്കാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്തായാലും രേണുസുധി ഈ വർഷത്തെ ഒരു ഇരയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലും ഈ ഒരു ഇരയായി മാറാൻ രേണുസുധി കളിക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് മൊത്തം നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഉള്ളിലുള്ളവരും ഈ പറയുന്ന രേണുസുധീനെ ആ ഒരു കണ്ണിലൂടെ കണ്ട് ഈ പറയുന്ന രേണുസുധീനെ ഫുൾ കുറ്റം പറഞ്ഞ് രേണുസുധീനെ ഒറ്റപ്പെടുത്തി ഈ ഒറ്റപ്പെട സ്ട്രാറ്റജി രേണുസുധി കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ പോയിരിക്കുന്ന രേണുസുധീനെ അറിയുന്നവരെല്ലാം, അവർക്കെല്ലാവർക്കും അറിയാം പുറത്ത് രേണുസുധിക്ക് നല്ല നെഗറ്റിവിറ്റി ആണെന്നുള്ളത്. അപ്പം അതിൽ കയറി പിടിച്ച് ബാക്കിയുള്ളവർ രേണുസുധിക്കെതിരെ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ആളുകൾ രേണുസുധിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ രേണുസുധി അവിടെ എന്താ പറയുക പോസിറ്റീവായിട്ട് മാറും. അങ്ങനെ രേണുസുധി പുറത്തുള്ള ആളുകളുടെ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സഹിഷ്ണുത എന്ന് മറ്റേ ഒരു സ്നേഹം പിടിച്ചു പറ്റി മുന്നോട്ട് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഏതായാലും അതൊക്കെ രേണുസുധീൻ്റെ കയ്യിലിരിപ്പോലെ ഇരിക്കും. ഓക്കെ, അടുത്തതായിട്ട് അപ്പാനി ശരത്ത്. അപ്പാനി ശരത്ത് തീയിൽ കുരുത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് അടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. തീയും കാറ്റും തീപ്പൊരിയും ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ സീസണിലെ സിജോയിനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. ചുമ്മാതാ, വെറുതെ ചുമ്മാ ഡയലോഗ് മാത്രമേ ഉള്ളൂ. സത്യം പറയാമല്ല, ഈ പറയുന്ന സിജോ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്താ ചെയ്തതെന്നുള്ളത് നമുക്കറിയാം. അടി മേടിച്ച് പോയി തിരിച്ചു വന്നിട്ടൊന്നും കളിക്കാൻ വേണ്ടി പറ്റില്ല. അത് ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ്റെ ആണെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്നിരുന്നാലും വെറുതെ ഡയലോഗ് എന്തിനടിക്കുന്നത്? പോയി കളിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലാണ്ട് വെറുതെ അയ്യോ ഞാൻ തീയാണ്, തീപ്പൊരിയാണ്, തീപ്പന്തമാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ആ ഒരു രീതിയാണെങ്കിൽ അപ്പാനി ശരത്തിനും തോന്നിയത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇമാതിരി വെറുതെ ഡയലോഗ് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, കളിച്ച് തന്നെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും പേരാണ് ഇന്നിപ്പം ബിഗ് ബോസ് സീസൺ 7ലേക്ക് കയറിയിട്ടുള്ളത്. ഇവരൊക്കെ ഏതൊക്കെ ഒരു ക്യാരക്ടറായിട്ടാണ് ഇനി മാറാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് കാണേണ്ടത്. അപ്പം ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഓരോ ക്യാരക്ടറും ഏകദേശം ഇവരുടെ പ്രൊഫൈൽ വെച്ച് പറഞ്ഞത് മാത്രമാണ്. അപ്പം ഏതായാലും നാളെ മുതൽ അറിയാം ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ ക്യാരക്ടറായിട്ട് മാറും എന്നുള്ളത്. എന്തായാലും ലാലേട്ടൻ സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ സൗണ്ട് മാറിയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം വരെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ വെറുതെ ഒന്ന് കമൻ്റായിട്ടൊന്ന് ഇടുവാണെങ്കിൽ നമുക്കും കൂടെ അറിയാം. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ലാലേട്ടനോട് എന്തൊക്കെയാണ് പറയുന്നത്? ചുമ്മാ ഇങ്ങനെ അളിച്ച് വാരി, ഒരു ബിഗ് ബോസ് ആണെന്നുള്ളൊരു ബോധം പോലും ഇല്ല. ചുമ്മാ അങ്ങോട്ട് ലാലേട്ടന് വായിന്ന് വെറുതെ ഊക്ക് മേടിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകളാണ് ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും പുതിയ ബിഗ് ബോസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പോയാൽ കുറച്ച് ബിഗ് ബോസിനും കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം വെറുതെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ലാലേട്ടൻ്റെ ഒരു കട്ട ഫാനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ലാലേട്ടൻ്റെ സിനിമ ഞാൻ കണ്ടു, ട്രെയിലർ ഞാൻ കണ്ടു, അപ്പം തന്നെ ലാലേട്ടൻ. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം.
അപ്പോൾ ബിഗ് ബോസിൻ്റെ വായിലേക്ക് ആദ്യം തന്നെ ലാലേട്ടൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലോഞ്ച് എപ്പിസോഡിലുണ്ടായിരുന്ന ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇനി ഇവരൊക്കെ അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെ രീതിയിലാണ് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇപ്രാവശ്യം എന്തായാലും കുറച്ച് പുതിയ പുതിയ പരിപാടികൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അടിപൊളിയാകട്ടെ. കാരണം എല്ലാ വർഷവും ഒരേപോലെയൊക്കെ ആകുമ്പോൾ നമുക്കും ബോറടിക്കുമല്ലോ. പിന്നെ മൊത്തത്തിലൊരു ഹിന്ദി ബിഗ് ബോസിൻ്റെ ഒരു സെറ്റപ്പ് പോലെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അടുത്ത ദിവസം മുതൽ നമുക്ക് ഓരോ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ദിവസം വീണ്ടും കാണാം.